നമ്മുടെ മക്കളുടെ ഈമാൻ നശിപ്പിക്കുന്ന തരത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാരമ്പര്യങ്ങളെ നഷ്ടപ്പെടുത്തുന്ന മദ്രസ സംവിധാനങ്ങളിലേക്ക് പറഞ്ഞയക്കരുത്. ബിദ്അത്തുകാരന്റെ മദ്രസയിലേക്ക്, പുത്തൻവാദിയുടെ മദ്രസയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കരുത്. അതിലൂടെ അവന്റെ ഈമാനിനെയാണ് നിങ്ങൾ നശിപ്പിച്ചു കളയുന്നത്. ഗൗരവമായി മനസ്സിലാക്കാനാണ്. നമ്മുടെ മക്കൾ നന്നാകാനാണല്ലോ നമ്മൾ മദ്രസ വിടുന്നത്. അത് പുത്തൻവാദിയുടെ മദ്രസയിലായാലോ അവിടെ TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. അതിനെ കടത്തിവെട്ടുന്ന സംവിധാനങ്ങൾ ഇന്ന് മദ്രസകളിലുണ്ട്. എന്തോ ആയിക്കൊള്ളട്ടെ, ഭൗതിക സൗകര്യങ്ങൾ അവിടെ കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് പുത്തൻവാദികളുടെ മദ്രസകളിലേക്ക് പറഞ്ഞയക്കുന്ന ഉപ്പമാരെ, എന്നെ കേൾക്കുന്ന വല്യുപ്പമാരെ, നിങ്ങൾ ആ കുഞ്ഞിന്റെ ഈമാനിനെയാണ് നശിപ്പിച്ചു കളയുന്നത് എന്ന് ഓർമ്മ വേണം. ആ കുഞ്ഞിന്റെ കൈയും പിടിച്ച് ആ മദ്രസയിലേക്ക് ചെല്ലുമ്പോ പുത്തൻവാദിയുടെ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ നിന്നെ കൈ പിടിച്ചുകൊണ്ടുവന്ന വാപ്പ മുശ്രിക്കാണ് എന്നാണ്. ആ വാപ്പയുടെ വാപ്പയില്ലേ, ആ വാപ്പയുടെ വല്യുപ്പമാര് തലമുറകളില്ലേ, കണ്ടന്തറപ്പള്ളിയുടെ പരിസരത്ത് കിടക്കുന്നവർ, നമ്മുടെ പള്ളികളുടെ ഖബർസ്ഥാനുകളിൽ കിടക്കുന്ന വല്യുപ്പമാരില്ലേ, അവരൊക്കെ കാഫിറുകളും മുശ്രിക്കുകളുമാണ് എന്ന് പറയുന്ന മദ്രസ സംവിധാനങ്ങളിൽ കൊണ്ടുപോയിരുത്തി നിങ്ങളുടെ മകന് എന്ത് ഈമാൻ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവൻ പിന്നെ എന്തുകൊണ്ടാ പള്ളിയത്ത് കയറിയിട്ട് വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് വരാത്തത്? അവൻ മദ്രസയിൽ പഠിച്ചത് ഈ പള്ളിയത്ത് സ്വലാത്തും ദിക്റും മൗലിദും മാലയൊക്കെ ചൊല്ലി മരണപ്പെട്ടുപോയ, കെലിമ ചൊല്ലി മരിച്ച വല്യുപ്പമാരൊക്കെ മുശ്രിക്കും കാഫിറുമാണ്. എന്തിനാണ് ഈ മുശ്രിക്കിന്റെയും കാഫിറിന്റെയും ഖബറിന്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞു ദ്വാരക്കുന്നത്? പലരും വിചാരിക്കുന്നത് ഇത് നിസ്സാരമായ കാര്യമാണെന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈമാൻ നശിപ്പിച്ചു കളയരുത്. പുത്തൻവാദികളുടെ മദ്രസകളിലേക്ക് കൊണ്ടുപോയി അവന്റെ ഈമാനും തഖ്വയും അള്ളാഹുവുമായുള്ള ബന്ധവും ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്തും നശിപ്പിച്ചു കളയരുത്. നിങ്ങൾക്ക് നാളെ ഈ മക്കൾ ഉപകാരപ്പെടണമെങ്കിൽ അവൻ ചിന്തിക്കുക, എന്റെ ഉമ്മ എന്റെ വാപ്പ ശിർക്കൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ്, അയാൾ മരിച്ചാൽ ഞാൻ എന്തിനാ ഓതുന്നത്? മഹാന്മാരായ സ്വഹാബിമാർ അവരുടെ ഉമ്മമാര് മരിച്ചപ്പോ അവരുടെ മേൽ ഹദിയ ചെയ്ത ചരിത്രങ്ങൾ ഹദീസുകൾ പറയുന്നുണ്ട്. പക്ഷേ ഞാനെന്തിന് എന്റെ ഉമ്മയുടെ മേൽ ഹദിയ ചെയ്യണം? ഞാനെന്തിന് എന്റെ വാപ്പയുടെ മേൽ ഖുർആൻ ഓതണം? ഞാനെന്തിന് അവരുടെ മേൽ പ്രാർത്ഥിക്കണം? ഒരേ സമയം നമ്മുടെ ആഖിറവും അവന്റെ ദുനിയാവും ദീനും നശിപ്പിക്കുന്ന പണിയാണ് അതിലൂടെ ചെയ്യുന്നത്. സംവിധാനങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ. ഇനി നമ്മുടെ മദ്രസ എന്തെങ്കിലും സംവിധാനങ്ങൾ അധികം ആവശ്യമുണ്ടോ? നമ്മുടെ മഹല്ല് കമ്മിറ്റിയോട് നിങ്ങൾ പറയണം. നിങ്ങൾ നാട്ടുകാരാണ്, നിങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് അതിന് തീരുമാനം ഉണ്ടാക്കണം. എന്റെ മദ്രസയിൽ, എന്റെ നാട്ടിലെ പള്ളി മദ്രസയിൽ ഇന്ന സംവിധാനങ്ങൾ ആവശ്യമുണ്ട്, അത് ആഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അതിൽ ഇന്ന സംവിധാനങ്ങളും മാറ്റങ്ങളും ആവശ്യമുണ്ട്. അപ്പോഴാണല്ലോ മഹല്ല് എന്ന രീതിയിൽ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ആലോചിക്കണം. അല്ലാതെ ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് പോവാണ്, ആ ശൈലി വേണ്ട. എന്റെ പള്ളി, എന്റെ മദ്രസ, എന്റെ നാട്ടിലെ പള്ളി, അത് വളരേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ നാം ഓരോരുത്തരും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും വേണം. അള്ളാഹു നമ്മുടെ മക്കളെ ഈമാനിൽ അടിയുറപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ. എന്ന് മാത്രമല്ല, പുത്തൻവാദികളായ ആളുകളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നതിൽ നിന്ന് പല മാറ്റങ്ങളോടുകൂടിയാണ് അടുത്ത കൊല്ലം വരിക. പണ്ട് പഠിപ്പിച്ചിരുന്ന നിസ്കാരത്തിന്റെ ഫർളുകളുടെ എണ്ണമല്ല പിന്നീട് പഠിപ്പിച്ചിട്ടുള്ളത്. പണ്ട് കാലത്ത് ഉദാഹരണം തറാവീഹിന്റെ എണ്ണം പഴയ മദ്രസാ കിതാബുകളിൽ 20 പഠിപ്പിച്ചവർ ഇന്നത് എത്രയാണ് എന്നറിയാതെ നട്ടം തിരിയാണ്. അങ്ങനെ ഒരു ദീനല്ല നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. അന്നും ഇന്നും എന്നും നമ്മുടെ നാട്ടിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസാ ബോർഡുകൾ, സുന്നി ജമിയത്തുൽ ഉലമയുടെ മദ്രസകൾ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസകൾ, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസകൾ, പാരമ്പര്യം മുറുകെ പിടിച്ചു വരുന്ന ഏത് സംവിധാനത്തിലും നിങ്ങൾ പഠിപ്പിച്ചോളൂ. പക്ഷേ നിങ്ങളുടെ മക്കളെ പുത്തൻവാദികളായ കവറിന്റെ ചട്ടയിൽ പടം കൂടുതലുള്ളതുകൊണ്ട്, കളർ കൂടുതലുള്ളതുകൊണ്ട്, നല്ല ക്വാളിറ്റി പ്രിന്റിൽ പുസ്തകങ്ങൾ അടിച്ചു വരുന്നതുകൊണ്ട് ആ മകന്റെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പണി ഒരു രക്ഷകർത്താവും ചെയ്യരുത്. കുഞ്ഞിലെ അവന്റെ മനസ്സിൽ നമ്മുടെ മുൻഗാമികളെ കുറിച്ചുള്ള അപകർഷതാബോധവും അവരൊക്കെ അവിശ്വാസികളായിരുന്നു എന്ന തികഞ്ഞ ഏറ്റവും അങ്ങേയറ്റത്തെ മോശമായ വിചാരവും അവന്റെ കൽബിലേക്ക് നൽകുന്ന അത്തരം സംവിധാനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുചെന്നിടരുത് എന്ന് ഗൗരവപൂർവം ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, വല്യുപ്പമാരോടൊക്കെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളുടെ ഈമാൻ സംരക്ഷിച്ചു നൽകുമാറാകട്ടെ.